മഹാരാഷ്ട്രയിലെ കോപ്പർഗാവ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഷിർഡി ശ്രീ സായിബാബയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ്. അവിടുത്തെ പുല്ലുകളും ഇലകളും പോലും പരിപൂർണമായി ബാബയുടെ കാലടികളെ ചുംബിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. ദ്വാരക, കാശി, അയോധ്യ, രാമേശ്വരം, ബദ്രിനാഥ് എന്നീ സ്ഥലങ്ങൾ പോലെ ഷിർഡിയും സായി ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പരിപാവനമായ പുണ്യനഗരിയാണ്. ഷിർഡിയിലെ സായി ദർശനം, വേദം, തന്ത്രം എന്നിവ പഠിക്കുന്നതിന് തുല്യമാണ്. സായിബാബയുടെ കാലുകളിൽ വീണ വെള്ളം കുടിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാവും എന്നാണ് വിശ്വാസം. ഷിർഡിയിലെ പ്രസാദവും വിഭൂതിയും സേവിക്കുന്നത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഈ ഷിർഡി സായിബാബ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മോദ്ദേശം? അദ്ദേഹം അവധൂത പരമ്പരയിൽ വരുന്ന ഒരു ഹിന്ദു സന്യാസിയായിരുന്നോ അതോ ഒരു മുസ്ലിം സൂഫി വര്യനോ? ഭക്തർ വിശ്വസിക്കുന്നത് പോലെ ബാബ ഇന്നും സൂക്ഷ്മ ശരീരത്തിൽ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? 14-ാം വയസ്സിലാണ് ബാബ ആദ്യമായി ഷിർഡിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു വൃദ്ധ സ്ത്രീയാണ് വെളുത്ത നിറത്തോടു കൂടിയ ഒരു ബാലനെ വേപ്പുമരച്ചുവട്ടിൽ ആദ്യമായി ദർശിച്ചത്. ഈ കുട്ടി ഇത്ര ചെറുപ്പത്തിൽ തന്നെ വെയിലും തണുപ്പും കണക്കാക്കാതെ തപസ്സിലിരിക്കുന്നത് കണ്ട് ഗ്രാമനിവാസികൾ അത്യധികം അത്ഭുതപ്പെട്ടു. ആളുകൾ ചോദിച്ചു, എപ്പോഴാണ് ഈ കുട്ടി ഇവിടേക്ക് വന്നത്? ഇവൻ്റെ ആകൃതിയും ശരീരവും അതിസുന്ദരം. ഒരു നോട്ടം മതി ആളുകൾക്ക് ഈ കുട്ടിയെ ഇഷ്ടപ്പെടാൻ. ഇവൻ ആരുടെ വീടിൻ്റെ മുറ്റത്തും ചെല്ലുന്നില്ല. എപ്പോഴും വേപ്പുമരത്തിൻ്റെ താഴെ തന്നെ ഇരിക്കുന്നു. പുറമേ ഒരു ചെറിയ കുട്ടിയായി തോന്നുന്നുവെങ്കിലും ഇവൻ കാര്യത്തിൽ വലിയ ഒരു ജ്ഞാനിയാണ്. രൂപത്തിൽ സൗമ്യത നിറഞ്ഞവനെങ്കിലും നേരിൽ ഗൂഢാർത്ഥം നിറഞ്ഞ മനസ്സോടുകൂടിയവൻ. 3 വർഷക്കാലം ഷിർഡിയിൽ താമസിച്ച ആ ബാലൻ അതിനുശേഷം 1 വർഷത്തേക്ക് അപ്രത്യക്ഷനായി. എന്നിരുന്നാലും 1858 അദ്ദേഹം സ്ഥിരമായി ഷിർഡിയിലേക്ക് തിരിച്ചെത്തി. ബാബയുടെ ഷിർഡിയിലേക്കുള്ള തിരിച്ചുവരവ് ശ്രീ സായി സച്ചരിതത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഔറംഗബാദിൽ ഒരു ധനവാനും മാന്യനുമായ ചാന്ദ് പട്ടേൽ വസിച്ചിരുന്നു. ഒരിക്കൽ അയാൾക്ക് തൻ്റെ കുതിരയെ നഷ്ടപ്പെട്ടു. വളരെ ശ്രദ്ധയോടുകൂടി 2 മാസക്കാലം അതിനെ തേടി അലഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചാന്ദ് പട്ടേൽ തൻ്റെ യാത്രയിൽ ഒരു മാവിൻ ചുവട്ടിലിരിക്കുന്ന ഫക്കീറിനെ കാണാനിടയായി. അദ്ദേഹം തലയിൽ ഒരു തൊപ്പി അണിഞ്ഞിരുന്നു. ചുരുട്ട് വലിക്കാൻ ഒരുങ്ങുകയായിരുന്ന ആ ഫക്കീർ ചാന്ദ് പട്ടേലിനെ കണ്ടപ്പോൾ അയാളെ അടുത്ത് വിളിച്ച് കുറച്ച് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു. അവരുടെ സംസാരത്തിനിടയിൽ തൻ്റെ കുതിരയെ കളഞ്ഞുപോയ കാര്യം ചാന്ദ് പട്ടേൽ പറയാനിടയായി. ഫക്കീർ അടുത്തുള്ള അരുവിക്കടുത്ത് നോക്കുവാൻ പറഞ്ഞു. അതിശയത്തിൻ്റെ മേൽ അതിശയം. കളഞ്ഞുപോയ കുതിരയതാ അരുവിക്കരയിൽ നിൽക്കുന്നു. ഈ ഫക്കീർ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ഒരു വലിയ സന്യാസിയാണെന്നും മനസ്സിലാക്കിയ ചാന്ദ് പട്ടേൽ അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കുറച്ചു ദിവസം പട്ടേലിൻ്റെ വീട്ടിൽ താമസിച്ച ഫക്കീർ ഒരിക്കൽ ചാന്ദ് പട്ടേലിൻ്റെ കൂടെ അയാളുടെ ഭാര്യ സഹോദരൻ്റെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ ഷിർഡിയിലേക്ക് യാത്ര തിരിച്ചു. കല്യാണശേഷം എല്ലാവരും തിരിച്ച് ഔറംഗബാദിലേക്ക് തിരിച്ചെങ്കിലും ഫക്കീർ ഷിർഡിയിൽ തന്നെ എന്നേക്കുമായി താമസം ആരംഭിച്ചു. ഷിർഡി നിവാസികൾ അദ്ദേഹത്തെ സായി എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഫക്കീർ സായിബാബയായി പരിണമിച്ചു. ഷിർഡിയിൽ എത്തിയ ശേഷം ബാബ ആരും ശ്രദ്ധിക്കാത്ത ഒരു മസ്ജിദിൽ താമസം ആരംഭിച്ചു. ഷിർഡിവാസികളുടെ ഹൃദയത്തിൽ
വളരെ പെട്ടെന്ന് തന്നെ ബാബ സ്ഥാനം പിടിച്ചു. അദ്ദേഹത്തിന് ഈ ലോകത്തുള്ളതോ പുറമെയുള്ളതോ ആയ ഒരു വസ്തുക്കളിലും തന്നെ ഭ്രമമുണ്ടായിരുന്നില്ല. ബാബയുടെ ഹൃദയം ഒരു കണ്ണാടി പോലെ നിർമ്മലമായിരുന്നു. സംസാരത്തിൽ അമൃത് പൊഴിഞ്ഞിരുന്നു. ധനികരെയും സാധാരണക്കാരെയും സായി ഒരുപോലെ കരുതിയിരുന്നു. അദ്ദേഹത്തിന് പ്രശസ്തി, അന്തസ്സ് എന്നിവ അറിയില്ലായിരുന്നു. മാത്രമല്ല അവയെ വകവച്ചതുമില്ല. ബാബ എല്ലാറ്റിനും ദേവനായിരുന്നു. എല്ലാവരോടും ഒരുപോലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം എപ്പോഴും അല്ലാഹുവിൻ്റെ നാമം ഉരുവിട്ടിരുന്നു. ലോകം മിഴിച്ചിരിക്കുമ്പോൾ ബാബ ഉറങ്ങും. ലോകം നിദ്രയിലാകുമ്പോൾ സായി ജാഗ്രതനായിത്തീരും. ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിലും ലോകത്തിൻ്റെ പലയിടത്തും നടക്കുന്ന സംഗതികൾ അദ്ദേഹത്തിനറിയാമായിരുന്നു. ദിവസേന 100 കണക്കിന് കഥകൾ പറയുമായിരുന്ന സായി എപ്പോഴും മസ്ജിദിൻ്റെ ഒരു ചുവരിൽ ചാഞ്ഞിരിക്കുമായിരുന്നു. സിദ്ധനായിരുന്നുവെങ്കിലും ബാബ സാധാരണക്കാരെപ്പോലെ പെരുമാറിയിരുന്നു. അദ്ദേഹം ദയയുള്ളവനും കാരുണ്യമൂർത്തിയും അതേ സമയത്ത് അഹങ്കാരമില്ലാത്തവനുമായിരുന്നു. ബാബ രോഗികൾക്ക് മരുന്നുകൾ നൽകുമായിരുന്നു. അദ്ദേഹത്തിന് അരക്കല്ലിൽ ധാന്യം പൊടിക്കുന്ന ശീലമുണ്ടായിരുന്നു. കൂടാതെ സായിക്ക് സ്വന്തം കൈകളാൽ പാകം ചെയ്ത ഭക്ഷണം ഭക്തർക്കും മറ്റ് ഗ്രാമവാസികൾക്കും നൽകുന്ന പതിവുണ്ടായിരുന്നു. ബാബ എന്നും വലിയ പാത്രത്തിലാണ് പാകം ചെയ്തിരുന്നത്. തിളച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം വെറും കൈകൾ പാത്രത്തിലിട്ട് ഒരു തവിയോ മറ്റ് അടുക്കള ഉപകരണങ്ങളോ ഉപയോഗിക്കാതെ പയറും മറ്റു ചേരുവകളും ഇളക്കുമായിരുന്നു. ബാബയുടെ ദിവ്യാനുഗ്രഹത്താൽ നിരവധി വ്യക്തികൾ തങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് മോചനം നേടി. ദുരന്തങ്ങൾ ഒഴിവാക്കപ്പെട്ടു. വന്ധ്യതയുള്ള സ്ത്രീകൾ മാതൃത്വത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി. സായിയുടെ എണ്ണമറ്റ അത്ഭുതങ്ങൾ ഷിർഡി ഗ്രാമവാസികൾക്കിടയിൽ ആഴമായ ആദരവും ഭക്തിയും വളർത്തി. കാലക്രമേണ അത് ശക്തിപ്പെട്ടു. ബാബയുടെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വാർത്ത ഇന്ത്യയൊട്ടാകെ പരന്നു. അദ്ദേഹത്തെ തേടി വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ നിരന്തരം വരാൻ തുടങ്ങി. നമ്മുടെ രാജ്യം നിരവധി അത്ഭുതങ്ങൾക്കും അഭൗമ പ്രതിഭാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സായിബാബയുടെ മഠത്തിനുള്ളിൽ ഒരു ഭീമാകാരമായ ധ്വനി രാവും പകലും നിരന്തരം കെടാതെ പ്രകാശിക്കുന്നു. ദിവസവും ഗണ്യമായ അളവിൽ മരം, നെയ്യ്, എണ്ണ, ധൂപവർഗം, കർപ്പൂരം, മറ്റു വസ്തുക്കൾ എന്നിവ ധ്വനിയിൽ സമർപ്പിക്കുന്നു. ഈ പവിത്രമായ ധ്വനിയുടെ അവശിഷ്ടമായ ചാരത്തെ ബാബ ഉദി എന്ന് വിശേഷിപ്പിച്ചു. ഈ ഉദി എല്ലാ ഭക്തർക്കും പ്രസാദമായി നൽകി. അമൃതിന് സമമായ ഉദിയുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളും അനുഭവങ്ങളും രേഖപ്പെടുത്തുന്ന ദൗത്യം ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിസ്സംശയമായും അതൊരു വലിയ പാഠപുസ്തകമായി മാറും. ബോംബെയിലെ ഡോക്ടർമാർക്ക് പോലും സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗം സ്റ്റേഷൻ മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു പാഴ്സി ഗൃഹനാഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബാബയുടെ ഉദി നൽകി. അദ്ദേഹം അത് 3 ദിവസം സേവിച്ചു. ശ്രദ്ധേയമായി 4-ാം ദിവസമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായും ഭേദമായി. ബാബയെക്കുറിച്ച് ഒരു ഭക്തൻ ഇങ്ങനെ എഴുതി: തൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും കൊണ്ട് സാധകൻ്റെ പാതയെ പ്രകാശിപ്പിക്കുന്ന പരമാത്മാവിൻ്റെ രൂപമാണ് സായി. ബാബ ഭക്തർക്ക് ഒരു ദൈവത്തിൽ കുറഞ്ഞവനല്ല. ഇത് അനുഭവത്തിൻ്റെ കാര്യമാണ്, സാങ്കല്പികമല്ല. സായിബാബയുടെ ഏറ്റവും പ്രശംസനീയമായ ഗുണമെന്തെന്നാൽ അദ്ദേഹം മതം, ജാതി, വർഗം എന്നിവയുടെ വ്യത്യാസങ്ങൾക്ക് അതീതനാണ് എന്നതാണ്. അദ്ദേഹം
എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും സ്നേഹത്തിൻ്റെ സാർവത്രിക മതം പ്രചരിപ്പിക്കുകയും ചെയ്തു. എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ഭക്തർ ഷിർഡിയിൽ അവരുടെ സംഗമസ്ഥാനം കണ്ടെത്തുന്നു. എല്ലാ സമുദായങ്ങളിൽ നിന്നും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ ബാബ അവരിൽ പ്രചോദിപ്പിക്കുന്ന വലിയ സ്നേഹവും ഭക്തിയും കൊണ്ട് ഐക്യപ്പെടുന്നു. ബാബയ്ക്ക് തൻ്റെ ഹിന്ദു ഭക്തരോടും അവരുടെ ഗുരുക്കന്മാരോടും വലിയ ബഹുമാനമുണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുകയും മതപരമായ ആചാരങ്ങൾക്കനുസൃതമായി ആരാധന അനുവദിക്കുകയും ചെയ്തു. അതേസമയം സായിയുടെ വാസസ്ഥലം ഒരു മസ്ജിദായിരുന്നു. എന്നാൽ ആ മസ്ജിദിന് ബാബ ദ്വാരകാമായി എന്നാണ് നാമകരണം ചെയ്തത്. 1918 സമാധിയായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ സ്നേഹത്താൽ ഹൃദയങ്ങൾ സ്പർശിക്കുകയും ജീവിതത്തിലെ ഏത് അടിയന്തര ഘട്ടത്തിലും അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തെ അദ്ദേഹം നിരന്തരം മാറ്റിമറിച്ചുകൊണ്ടേയിരുന്നു. ബാബയുടെ ശവകുടീരത്തിൽ നിന്ന് പോലും ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതിൽ അദ്ദേഹം സജീവമായിരിക്കുമെന്ന വാഗ്ദാനത്തിൻ്റെ സത്യം അനുഭവിക്കുവാനായി ഇന്നും ആളുകൾ ഷിർഡിയിലേക്ക് ഒഴുകിയെത്തുന്നു.